ഹായ്, ഇന്ന് ഞാൻ അസാധാരണമായിട്ടുള്ള അത്ഭുതം നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ ദയവ് ചെയ്ത് നിങ്ങൾ കാണണം. ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്യുക. കാരണം ഞാൻ പറയുന്ന ആ അത്ഭുത സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ അവസാനം വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനൊരു വ്യക്തത നിങ്ങൾക്ക് വരുവാനായിട്ട് അവസാനം വരെ ദയവ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് കാണാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് 2026 ഓഗസ്റ്റ് 9 ഞായറാഴ്ച, എൻ്റെ വീട്ടിൽ വെസ്റ്റ് ബംഗാളിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വരുവാനായിട്ടിടായി. അപ്പോൾ അദ്ദേഹം ഒരുമിച്ച് ഞാൻ എൻ്റെ വീട്ടിനടുത്ത് തന്നെയുള്ള ആനാവൂർ ഷാരോൻ ഫെലോഷിപ്പ് ചർച്ചിൽ അദ്ദേഹവുമായിട്ട് ഞാൻ ആരാധനയ്ക്കായിട്ട് കടന്നുപോയി. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ പെരുങ്കിടവിളയിൽ ആനാവൂർ എന്ന സ്ഥലത്താണ് ഈ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. വളരെ അനുഗ്രഹീതനായ അനേക ജീവിതത്തിലെ അഗ്നിശോധനയുടെ അനുഭവങ്ങളിലൂടെ, തിക്ത അനുഭവത്തിലൂടെ കടന്നുപോയി അതെല്ലാം അതിജീവിച്ച് വളരെയധികം ശക്തമായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ സൈമൺ അവർകളാണ് അവിടെ ശുശ്രൂഷിക്കുന്നത്. ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ദൈവദാസനാണ് അദ്ദേഹം. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ സഭയിൽ കടന്നുപോയി പ്രസംഗിക്കാറൊക്കെ ഉണ്ട്. വളരെ മനോഹരമായി ആരെയും അതിശയിപ്പിച്ചു പോകുന്ന വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു ചർച്ച് ബിൽഡിംഗ്. അവിടുത്തെ എളിയവരായിട്ടുള്ള ജനങ്ങളുടെ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ആത്മാർത്ഥമായിട്ടുള്ള അധ്വാനത്തിൻ്റെയും ഫലമായിട്ട് അവിടെ ഉയർത്തപ്പെടുവാനായിട്ട് ഇടയായി. ഈ ചർച്ച് ഒന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഞാനും എൻ്റെ സുഹൃത്തും അവിടെ അന്ന് കടന്നുപോയത് കൊണ്ട് ദൈവജനം ശുശ്രൂഷിക്കുവാനായിട്ടുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചു. അവിടെ അന്ന് ഒരു പ്രത്യേക ശുശ്രൂഷ നടക്കുകയായിരുന്നു. അതായത് ഒരു നവജാത ശിശുവിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ. തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ഇന്നും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ആ കുഞ്ഞിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ജനനം. ഞാൻ എപ്പോഴും എൻ്റെ അനുഭവമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ധരിക്കുന്ന ബൈബിളിലെ ഒരു വാക്യമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യം. അതിൽ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരമാണ് അരുളി ചെയ്തിരിക്കുന്നത്: ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. അതായത് ശിഷ്യൻ എന്ന് വെച്ച്, ദൈവമക്കളെന്ന് വെച്ച്, ദൈവത്തിനെന്ന് വെച്ച്, ദൈവവേലയ്ക്കെന്ന് വെച്ച് ഒരു പാത്രം പച്ചവെള്ളം കുടിപ്പാൻ കൊടുത്താൽ അതിനു പോലും പ്രതിഫലം അമർത്തി കുലുക്കി കവിയുന്ന നല്ല അളവ് തന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന, ആർക്കും കടക്കാരനല്ലാത്ത നീതിമാനായിട്ടുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത്. അവിടെ നിന്നും അസാധാരണമായ അത്ഭുതങ്ങൾ തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്ന അത്ഭുതകരമായിട്ടുള്ള അനുഭവം. ഇനി നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാതെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഞാൻ ആ സംഭവം, ആ അത്ഭുതകരമായിട്ടുള്ള അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കും. ഇനി ആർക്കെങ്കിലും ഇതുമായിട്ട് സംശയമുണ്ടെങ്കിൽ അവർക്ക് ആ നാട്ടുകാരോട് അല്ലെങ്കിൽ അവരോട് തന്നെ നിങ്ങൾക്ക് ഈ സംഭവം ചോദിച്ച് ഇതിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താം. ആ സഭയിലെ ആക്റ്റീവായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു അനിൽ ശോഭ ദമ്പതികൾ. ആ സഹോദരിയും ആ സഹോദരനും ആ സഭയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു കൊണ്ടേയിരുന്നു. ചർച്ച് ക്ലീൻ ചെയ്യാനും, അതുപോലെ എല്ലാ സൺഡേയും ആരാധനയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് എല്ലാവർക്കും അവിടെ ഭക്ഷണം കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഭക്ഷണം വയ്ക്കാനൊക്കെ എല്ലാ ഞായറാഴ്ചകളിലും അതിരാവിലെ 5:30 തന്നെ ആഹാരം പാകം ചെയ്യുന്നതിനും, പച്ചക്കറി അരിയുന്നതിനും, പാത്രം കഴുകുന്നതിനും, മറ്റെല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥമായിട്ട് ഒരു പരാതിയുമില്ലാതെ, ഒരു പരിഭവമില്ലാതെ, ഒരു വൈഷമ്യവുമില്ലാതെ അവർ അത് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു ശൂന്യത എന്ന് പറയുന്നത് കഴിഞ്ഞ 20 വർഷമായി അവർ വിവാഹം കഴിഞ്ഞിട്ട്, പക്ഷെ അവരുടെ കുടുംബജീവിതത്തിൽ കുഞ്ഞ് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് പല പരിഹാസങ്ങളുമൊക്കെ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ആ സഹോദരി അതൊന്നും വകവയ്ക്കാതെ ആത്മാർത്ഥമായിട്ട് ദൈവീക കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രതയോടെ പ്രവർത്തിച്ചു. ഒരു ദിവസം ഈ സഹോദരിക്ക് കലശലായ വയറുവേദന ഉണ്ടായി. അപ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ ഗ്യാസ് ആയിരിക്കുമെന്ന് വെച്ച് അവർ ഇഞ്ചിയും അതുപോലുള്ള നാടൻ മരുന്നുകളൊക്കെ കഴിച്ചു നോക്കി. പക്ഷേ ആ വയറുവേദന പോകുന്നില്ല. അതിനാൽ അടുത്ത്
പാലിയോടുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവർ കടന്നു പോകും. അവിടെയും ചില മെഡിസിൻസൊക്കെ കൊടുത്തിട്ടും ആ വയറുവേദനയ്ക്ക് ഒരു ശമനവും ഉണ്ടാകാത്തത് കൊണ്ട് അവിടുത്തെ ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് അവർ നെയ്യാറ്റിൻകര താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകും. അവിടെ വെച്ച് സ്കാൻ ചെയ്തിട്ട് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിങ്ങൾ SIT ഹോസ്പിറ്റലിൽ കടന്നു പോകണം. അവർ SITയിലേക്ക് കടന്നു വന്നു. അവിടെയും ഡോക്ടർമാർ പല പരിശോധനകളും നടത്തി, സ്കാനിങ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ പ്രിയ സഹോദരിയുടെ ഭർത്താവിനെ അവർ വിളിച്ച് ചോദിച്ചു, നിങ്ങൾക്കിതൊന്നും അറിയത്തില്ലായിരുന്നു? ആ മനുഷ്യൻ എന്ത് എന്ന് ചോദിച്ച് അന്തം വിട്ട് നിൽക്കുക. എന്നിട്ട് ഡോക്ടർമാർ ചോദിച്ചു, ഇതുവരെ ഏത് ഹോസ്പിറ്റലിലാണ് ചികിത്സിച്ച ആ ചികിത്സയുടെ റെക്കോർഡുകൾ അല്ലെങ്കിൽ ആ ചികിത്സയുടെ വിവരണങ്ങൾ കാണിക്കാനായിട്ട് പറഞ്ഞു. ആ മനുഷ്യൻ അന്തം വിട്ട് നിൽക്കുക. എന്തോ ചികിത്സ, എന്തിനു വേണ്ടിയാണ് ചികിത്സിച്ച അദ്ദേഹത്തിന് അത് മനസ്സിലാകുന്നില്ല. എന്തായാലും രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. പിറ്റന്ന് അതിരാവിലെ 2026 മാർച്ച് മാസം 5-ാം തീയതി ഈ ശോഭ എന്ന സഹോദരി ഒരു നല്ല ആരോഗ്യവാനായ ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു. തൻ്റെ ഭാര്യ പ്രസവിച്ചതിൻ്റെ സന്തോഷത്താൽ അനി അന്ന് തൻ്റെ പാസ്റ്ററിനെ വിളിക്കുകയാണ്, പാസ്റ്റർ ശോഭ പ്രസവിച്ചു. പാസ്റ്റർ അന്തം വിട്ട് നിൽക്കുക. തിരിച്ചു ചോദിക്കുക, ഏത് ശോഭ, ഏതനി? ലൂക്കോസിൻ്റെ മകൻ അനിയാണോ വിളിക്കുന്നത്? ഇന്നലെ നമ്മൾ കണ്ടതല്ലേ, ആര് പ്രസവിച്ചെന്നാണ് പറയുന്നത്? അനി വീണ്ടും പറഞ്ഞു, അനിയാണ് ഞാൻ, അനിൽകുമാർ, എൻ്റെ ഭാര്യ പ്രസവിച്ചു പാസ്റ്ററെ. പാസ്റ്റർക്ക് പോലും ഇത് വിശ്വസിക്കാനായിട്ട് പറ്റി. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തി. അങ്ങനെ ഏറിയ വർഷം ഒരു തലമുറയില്ലാതെ ഭാരപ്പെട്ടു, ആരും അറിയാതെ ജനിച്ചതിൻ്റെ അന്നാണ്. കൂടെ പറഞ്ഞുകൊണ്ടേ പ്രഭാതത്തിൽ അനി വിളിച്ച് പറഞ്ഞു, ശോഭ പ്രസവിച്ചു. തലേ ദിവസം കണ്ടതാണ്. അപ്പോഴെനിക്കൊരു സംശയം. ഞാൻ വീണ്ടും കേട്ട അനിയാണോ വിളിക്കുന്നത്? ഭാഷ സന്തോഷത്തോടെ പറഞ്ഞു, ശോഭ പ്രസവിച്ചു. ഒരു ഭക്തന് വേണ്ടി കരുതുന്നത് ആരുടെ ഹൃദയത്തിൽ തോന്നില്ല. 1-ാം മാസമായി 2-ാം മാസമായി ആരെങ്കിലും അറിഞ്ഞോ? സന്നിധിയിൽ വിശ്വസ്തത മുന്നേറിയാൽ ദൈവം തരേണ്ടതെല്ലാം. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പക്ഷേ ഇതുപോലുള്ള അത്ഭുതങ്ങളും ദൈവവിശ്വാസത്താൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളുമൊക്കെ അനുഭവിച്ച ഞങ്ങളെ സംബന്ധിച്ച് ഒരു സംശയവുമില്ല. നിങ്ങളൊരുപക്ഷെ ഇതിനുള്ള ശാസ്ത്രീയ തെളിവുകളൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷേ സംഭവിച്ചത് ഇതാണ്. ഇന്നും ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, നിൽക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഈ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് അനിൽ, ശോഭ ദമ്പതികളും അവർക്ക് അത്ഭുതകരമായിട്ട് ദൈവം നൽകിയ ആ കുഞ്ഞ്. സാധാരണ ഒരു സ്ത്രീ ഗർഭം ധരിക്കുമ്പോൾ ആദ്യ മാസം മുതൽ തന്നെ നല്ലൊരു ഗൈനോക്കോളജിസ്റ്റിനെ കാണിച്ച് അവർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ, ഇഞ്ചക്ഷനുകൾ, ചികിത്സാ വിധികൾ ആ കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യമനുസരിച്ച് നൽകാറുണ്ട്. പക്ഷേ ഈ പ്രിയ സഹോദരിക്ക് അങ്ങനെയുള്ള യാതൊരു മരുന്ന്, കാരണം അവർ ഗർഭം ധരിച്ചിരുന്നുവെന്ന് അവർ തന്നെ മനസ്സിലാക്കുന്നത് ആ കുഞ്ഞിന് ജന്മം കൊടുത്തപ്പോഴാണ്. എന്തൊരു അത്ഭുതം അല്ലേ! ദൈവം അവർക്ക് അത്ഭുതകരമായിട്ടുള്ള ആരോഗ്യമുള്ള, യാതൊരു ഊനവുമില്ലാത്ത ഒരു കുഞ്ഞിന്, ഒരു സിസേറിയൻ പോലും ഇല്ലാതെ സുഖപ്രസവത്തിലൂടെ ആ പ്രിയപ്പെട്ടവർക്ക് നൽകുവാനായിട്ടിടയായി. ഇതാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ലൂക്കോസ് 1:37 ഗലീലയിലെ ബത്ലഹേമിൽ കന്യകയായിരുന്ന മറിയയുടെ അടുത്ത് ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുകയാണ്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവി. ഈ അത്ഭുത വന്ദനം കേട്ടപ്പോൾ മറിയ ആകെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അവൾ ദൂതനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ അവൾക്ക് മറുപടിയായിട്ട് പറയുന്നത് ഇതാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഫോർ നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. തന്നിൽ വിശ്വസിക്കുന്ന, തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, തന്നിൽ ആശ്രയിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം ഇന്നും അസാധാരണമായിട്ടുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് അനിൽ, ശോഭ ദമ്പതികളും
അവർക്ക് ദൈവം അത്ഭുതകരമായിട്ട് നൽകിയ ആ കുഞ്ഞിൻ്റെ ഫോട്ടോസും ആ പ്രതിഷ്ഠാ ശുശ്രൂഷയും എല്ലാം ഇതിൻ്റെ പിന്നാലെ കൊടുക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ കണ്ടാലേ ഈ അത്ഭുതത്തിൻ്റെ സത്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് അസാധ്യമായിരിക്കും. തീർച്ചയായിട്ടും ഞാനായാലും എന്നോട് ഇപ്രകാരം ഒരാൾ പറഞ്ഞാൽ, ഇങ്ങനെ ഒരു അത്ഭുതം കേട്ടാൽ ഞാൻ പെട്ടെന്നൊന്നും ഇത് വിശ്വസിക്കത്തില്ല. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ്, തെളിവുകൾ. ഇതിന് യാതൊരു സയൻറ്റിഫിക് എവിഡൻസും നമുക്ക് നിരത്താനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് നടന്ന ഒരു അത്ഭുതമാണ്. ആ അനിൽ ശോഭ ദമ്പതികൾ ആനാവൂർ, അതായത് നെയ്യാറ്റിൻകരയ്ക്കടുത്ത് പെരിങ്കടവിളയിലുള്ള ആനാവൂർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ നാട്ടുകാരോട് നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ആ പ്രസവ ശുശ്രൂഷയ്ക്കൊക്കെ നേതൃത്വം നൽകിയ ഡോക്ടർമാരോട് നിങ്ങൾക്ക് ചോദിക്കാം. ലൂക്കോസ് 1:37 ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല, ഫോർ നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗാഡ് എന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ, മർക്കോസ് 9:23 യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നു, എവരിതിങ് ഈസ് പോസിബിൾ ടു ദോസ് ഹു ബിലീവ് ഇൻ ഗാഡ്. വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യം. 1 ശമൂവേൽ 2:3 ഇപ്രകാരം ഒരു വാക്യമുണ്ട്, ദോസ് ഹു ഓണർ മീ ഐ വിൽ ഓണർ. ദൈവം പറയുകയാണ്, ദോസ് ഹു ഓണർ മീ ഐ വിൽ ഓണർ. എന്നെ മാനിക്കുന്നവന് ഞാനും മാനിക്കും. ആ ശോഭ എന്ന സഹോദരി ദൈവകാര്യങ്ങളിൽ വളരെയധികം ആത്മാർത്ഥമായിട്ട്, യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ, ഒരു പരിഭവമില്ലാതെ ആത്മാർത്ഥമായിട്ട് തൻ്റെ സമയവും കഴിവും ആരോഗ്യവുമെല്ലാം കർത്താവിന് വേണ്ടി കൊടുത്ത് താൻ പ്രവർത്തിച്ചു. മക്കളില്ലാത്ത ശൂന്യത, വേദന, നിന്ദയുടെ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും തക്ക സമയത്ത് അവർക്ക് വേണ്ടി ദൈവം അവരുടെ നിന്ദയെ മാറ്റി അത്ഭുതം പ്രവർത്തിച്ചു. മനുഷ്യർക്കാർക്കും വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അസാധാരണമായ പ്രകൃത്യാതീതമായിട്ടുള്ള അത്ഭുതം അവർക്ക് വേണ്ടി ചെയ്ത് കർത്താവ് ഇന്നും ജീവിക്കുന്നുവെന്നും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തക്ക സമയത്ത് അവിടുന്ന് പ്രവർത്തിക്കുമെന്ന് ഈ പ്രിയ സഹോദരങ്ങളുടെ അനുഭവത്തിൽ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. അതായത് ദൈവനാമത്തിന് വേണ്ടി ഒന്ന് വാഹനം ഓടിച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് കിച്ചണിൽ ജോലി ചെയ്താൽ, ഒരു നോട്ടീസ് ഒട്ടിച്ചാൽ, ഒരു ട്രാക്റ്റ് കൊടുത്താൽ, അതിന് പോലും കണക്ക് നോക്കി അമർത്തി കുലുക്കി നല്ല അളവ് അനുഗ്രഹമായിട്ട് നമുക്ക് പകർന്നു തരുന്ന ഒരു നീതിമാനായ ദൈവമാണ് നമുക്കുള്ളത്. അവിടെ നിന്ന് ആർക്കും കടക്കാരനല്ല. ഇനി ഈ കുഞ്ഞിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിലുള്ള വീഡിയോ ക്ലിപ്പിങ്സ് നിങ്ങൾക്ക് കാണാം. അതും കൂടെ നിങ്ങൾ കാണുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ പറയാം. നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. 9947448873. തീർച്ചയായും ഈ സംഭവം നിങ്ങളെ സ്പർശിച്ചുവെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഇത് കാണട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. അതെ, ദൈവത്തെ മാനിക്കുന്നവന് ദൈവം മാനിക്കുക തന്നെ ചെയ്യും. അതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് അനിൽ ശോഭ ദമ്പതികളും അവർക്ക് ലഭിച്ച കുഞ്ഞ്. കുഞ്ഞുങ്ങൾക്ക് ദൈവം നൽകിയതായ ദാനമായ അവകാശം നൽകിയതായ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കാനും ഇപ്പോൾ
നേരത്തെ ഓർപ്പിച്ചപ്പോൾ പറഞ്ഞു അബ്രഹാം നീണ്ട 25 വർഷം കാത്തിരുന്നു. 75-ാമത്തെ വർഷത്തിൽ ദൈവം വാഗ്ദത്തം കൊടുക്കുന്നു. നീണ്ട 25 വർഷം അബ്രഹാം കാത്തിരുന്നു. ദൈവം അവരുടെ കുഞ്ഞിനെ നൽകി. മനുഷ്യന്റെ പ്രതീക്ഷകളും എല്ലാം നഷ്ടപ്പെട്ടു. ആമേൻ. എങ്കിലും അബ്രഹാമിന് ഇടയ്ക്കിടയ്ക്ക് അവിശ്വാസം വന്നെങ്കിലും വിശ്വാസത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് ദൈവമക്കളെ അങ്ങനെ ഏറിയ വർഷം അവര് തലമുറയില്ലാതെ ഭാരപ്പെട്ടു. ആരും അറിയാതെ ജനിച്ചതിൻ്റെ അന്നാണ് അറിഞ്ഞത്. ദൈവത്തിന്റെ കരുതൽ നോക്കിക്കോളാം. കൂടെ പറഞ്ഞുകൊണ്ടേ പ്രഭാതത്തിൽ അനി വിളിച്ച് പറഞ്ഞു ശോഭ പ്രസവിച്ചു. തലേ ദിവസം കണ്ടതാണ് ശോഭ പ്രസവിച്ചു. അപ്പോഴെനിക്കൊരു സംശയം. ഞാൻ വീണ്ടും കേട്ടു അനിയാണോ വിളിക്കുന്നത്? അതേ ഭാഷ സന്തോഷത്തോടെ പറഞ്ഞു ശോഭ പ്രസവിച്ചു. ഒരു ഭക്തന് വേണ്ടി കരുതുന്നത് ആളുടെ ഹൃദയത്തിൽ തോന്നിയില്ല. 1-ാം മാസമായി 2-ാം മാസമായി ആരെങ്കിലും അറിഞ്ഞോ? ചില പ്രതികൂലങ്ങളുടെ കടന്നു പോകുമ്പോൾ ചിലർ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകും. അല്ല, നീ ഇനി മുന്നേറേണ്ടതായുള്ളൂ. അടുത്ത ദൈവദാസം ക്ഷീണിച്ചു പോകരുത്. ദൈവമക്കളെ, ദൈവത്തെ അറിഞ്ഞവർക്കെല്ലാം വാഗ്ദത്തമുണ്ട്, ദൈവിക അനുഗ്രഹമുണ്ടെന്നുള്ള കാര്യം നമ്മൾ നടത്തും. അങ്ങനെ ഒരു സംഭവമായി. നേരം എടുത്തപ്പോൾ എല്ലാവരും വിളിച്ചു കേട്ടു, പാസ്റ്റർ ഇത് സത്യമാണോ? ഞാൻ പറഞ്ഞു സത്യമാണ്. ഒരുപാട് ഭയങ്കര വിടുതലാണ്. ഡോക്ടർമാർക്ക് ഒരു അതിശയമായി. അങ്ങനെ ദൈവം നൽകിയ കുഞ്ഞാണ്. ഇന്ന് പകല് അവന് പേരിട്ട് പ്രതിഷ്ഠിക്കാൻ പോവുകയാണ്. വിശ്വാസത്തിന്റെ വീരനും വിശ്വാസത്തിൽ ഉറച്ചു നിന്നവനുമായ ആ പഴയ നിയമ ഭക്തന്റെ പേരാണ് ആമേൻ അവൻ ഇടുന്നത്. പേരിട്ടിട്ട് അവിടെ പ്രസ്താവിക്കും. നിങ്ങളെല്ലാം നേരത്തെ പേരറിയുമോ? നേരത്തെ ആലയത്തിൽ വന്നതിന് ശേഷം മുമ്പ് അന്ന് പ്രതിഷ്ഠിച്ച് ആ ദൈവദാസൻ പ്രഖ്യാപനം നടത്തി, ഈ കുഞ്ഞിൻ്റെ പേര് ഇന്ന് മുതൽ ഇന്നതായിരിക്കും. ഇന്നാണെങ്കിൽ ജനിച്ചു കഴിയുമ്പോഴേ അവിടെ കൊടുക്കണം. എവിടെ? ആശുപത്രി. അപ്പോൾ പേരെല്ലാവരും അറിഞ്ഞു കാണും. എങ്കിൽ ഒരിക്കൽ കൂടെ പറഞ്ഞ് ദൈവസന്റെ പ്രതിഷ്ഠിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു വലിയ വിടുതലാണ് ഈ പ്രിയ മക്കളുടെ ജീവിതത്തിൽ നടന്നത്. ഭയങ്കര വിടുതൽ. അതുപോലെ സന്തോഷവും അവരുടെ ഉള്ളിലുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്താനും ഉള്ളതായ ദാഹം അവരുടെ ഉള്ളിലുണ്ട്. ഈ പ്രതിഷ്ഠ നന്നായി നടത്തണം, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം വരണമെന്നൊക്കെ വളരെ ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ടായി. ആ നിലയിലാണ് അവരെ ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവം ചെയ്ത വിടുതലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒന്നും ആ ദൈവത്തിന്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. ഭൂമിയിൽ എന്തെങ്കിലും നേടുമെന്ന് പറഞ്ഞ ആരും ദൈവത്തെ പ്രാർത്ഥിക്കണം. ദൈവം രക്ഷിച്ചത് മാത്രം ചിന്തിച്ച് ആരാധിക്കണം. ദൈവം രക്ഷിച്ചത് മാത്രം ചിന്തിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ മുന്നേറണം. അപ്പോൾ ദൈവം നൽകേണ്ടതെല്ലാം ദൈവം നമുക്ക് നൽകും. ഇത് ചിലത് കണ്ട് ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിച്ചിരുന്ന് അങ്ങനെ ചിന്തിക്കരുത്. ദൈവം തരും. ഏത് വിഷയമായാലും ചെയ്യും. അനുഗ്രഹം കിട്ടിയില്ലെങ്കിലും എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു എന്നുള്ളതായ ആ സമർപ്പണമുള്ള ഹൃദയത്തോടുകൂടെ നമ്മൾ ദൈവത്തെ ആരാധിക്കും.
ദൈവം അനുഗ്രഹിക്കും, രോഗങ്ങൾ അകറ്റും. അങ്ങനെയാണെങ്കിൽ കഴിച്ച ആഹാരം എല്ലാം മരുന്നായി. കഴിച്ച ആഹാരങ്ങൾ എന്തായിരുന്നു? മരുന്നായിരുന്നു. സഹോദരിക്കും ഉദരത്തിൽ ഉരുവായി വന്ന കുഞ്ഞിനും അത് ഔഷധമായി മാറും. ബോഡിയൊക്കെ ചെക്കപ്പ് ചെയ്ത് ആമേ ഒരു ക്ഷീണം അവന് വൈകിട്ട് ദൈവത്തിൻ്റെ മഹത്വമുള്ള നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകാല മക്കളെ തരുന്ന ദാനമാണ്. ഉദരഫലം തരുന്ന പ്രതിഫലം അവകാശവുമാണെന്ന് ദൈവവചനപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നു. നമുക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ പത്യോപദേശത്തിലും ബാലശിക്ഷയിലും പോറ്റി വളർത്തണമെന്നുള്ളതായ ഉത്തരവാദിത്വം മാതാപിതാക്കളെ ആമേൻ ദൈവം അറിയിച്ചു. അത് ആ കൽപ്പന ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. തീരുമാനിക്കുന്നവരെ തീരുമാനം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു പാട്ടുകൾ ഈ സമയം വളരെ പ്രാർത്ഥനയോടുകൂടെ സഭയായി സ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. അവർക്ക് ദാനമായി കൊടുത്തതായ കുഞ്ഞിനെ പ്രതിഷ്ഠിക്കുന്നതായ സമയമാണ്. ആ കുഞ്ഞിനെ സഹോദരി എടുത്ത് സഹോദരന്റെ കയ്യിൽ കൊടുക്കുന്നത്. നമുക്കെല്ലാവർക്കും ഈ നിമിഷം ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും സ്തോത്രം ചെയ്യാം. നമ്മുടെ വലത് കരങ്ങളെ ഈ കുഞ്ഞിൻ്റെ മേലേക്ക് നീട്ടി ആശീർവാദിച്ചണിയാൻ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കരങ്ങളിലേക്ക് നോക്ക്. ഈ കുഞ്ഞിന്റെ ഭാഗത്തേക്ക് നീട്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ, പ്രിയപ്പെട്ടവർക്ക് ദാനമായി കൊടുത്തതായ മകനായി സ്തോത്രം 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 ചെയ്യും. യേശു കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് അഭിഷക്തൻ സ്തോത്രം ചെയ്തതുപോലെ ഈ കുഞ്ഞിനായി സ്തോത്രം സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, കുഞ്ഞിനെ അപ്പന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, അവനെ ജനിച്ച നാൾ മുതൽ വരികയും കർത്താവിന്റെ കൃപാവൃത്തിയുണ്ടായിരുന്നു. ആമേൻ. ദൈവത്തിന്റെ മഹത്വം കർത്താവേ, പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു വളരുന്നോരം ദൈവിക ജ്ഞാനത്തിൽ വർദ്ധിച്ചു വരുന്ന ദൈവം തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവകൃപാവിന്റെ മേൽ ചൊരിയണമേ. യഹോവയ്ക്കും മനുഷ്യർക്കും പ്രയോജനമുള്ളവരായി തീരുവാൻ സഹായിക്കണമേ. ഒരു അന്ധകാര ശക്തി അവനെ തൊടാൻ അനുവദിക്കരുത്. ആമേൻ. ദൈവകൃപാവിന്റെ മേൽ കൂടെ ഇരുന്ന് അവൻ നടത്തണമേ. കർത്താവേ, ദീർഘായുസ്സ് കൊണ്ട് ദൈവം അവനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്നവരാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവകരത്തിലേക്ക് തരികയാണ്. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജോബ് എസ് അനിൽ എന്നുള്ള പേരിനാൽ ഈ പൈതലിനെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ദൈവകൃപാവിന്റെ മേൽ യേശുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ. ആമേൻ. ഈ കുഞ്ഞിന്റെ പേര് ജോബ് എസ് അനിൽ എന്നാണ്. എല്ലാവർക്കും കാര്യങ്ങൾ അയച്ച ദൈവത്തിന് പ്രാർത്ഥിക്കാം. മാതാവിന്റെ കർത്താവേ, സ്തോത്രം. ദൈവമേ, പ്രിയ സഹോദരനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ.